What will be the output of the following code? സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോഡാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ കോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. Initially a is assigned with value 5, b equal to 10, b equal to a into within parenthesis a equal to 11. ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പ്രഷനിൽ 3 ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ, പരാന്തസിസ്. പ്രസിഡൻസ് നോക്കുന്ന സമയത്ത് പരാന്തസിസ് ഓപ്പറേറ്ററിനാണ് ഹയസ്റ്റ് പ്രസിഡൻസ് വരുന്നത്. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ, അത് കഴിഞ്ഞിട്ടാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വരുന്നത്. സോ പരാന്തസിസിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന സബ് എക്സ്പ്രഷൻ ആയിരിക്കും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനിഷ്യലി എയുടെ വാല്യൂ 5 ആയിരുന്നു. നൗ 5 ഈസ് റീപ്ലേസ്ഡ് വിത്ത് വാല്യൂ 11. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. 11 × 11 ഈസ് ഈക്വൽ ടു 121. വാല്യൂ 121 വേരിയബിൾ ബിയിലോട്ട് സ്റ്റോർ ആകും. നെക്സ്റ്റ് ബി വേരിയബിളിൽ സ്റ്റോർ ആയിരിക്കുന്ന വാല്യൂ 121 പ്രിൻ്റ് ചെയ്യുവാണ്. സോ ആൻസർ 121. ഈ കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുവാണ്. എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 10, ബി ഈക്വൽ ടു എ ഇൻറ്റു within parenthesis a equal to 11. printf %d, b. കോഡ് റൺ ചെയ്യാം. ഔട്ട്പുട്ട് 121 ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ.